എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആയിരിക്കത്തില്ലല്ലേ. ചില ദിവസങ്ങൾ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ ഒരു ദിവസത്തേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹലോ, ഹായ്. ഇന്നാണെങ്കിൽ കുറച്ച് ലേറ്റായിട്ടാണ് എല്ലാം തുടങ്ങുന്നത് കേട്ടോ. കാരണം നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് എപ്പോഴും ഒരേ പോണക്ക് മൈൻഡ് ആയാലും നമ്മളെ ഹെൽത്ത് ആയാലും ഒരേ പോണക്ക് ഇരിക്കത്തില്ലല്ലോ. പലർക്കും പല രീതിയിൽ പല ദിവസങ്ങളിൽ മാറ്റങ്ങൾ വരാം. അപ്പം എനിക്ക് ഇന്നലെയാണെങ്കിൽ തീരെ വയ്യാത്തൊരു ദിവസമായിരുന്നു. അത് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും മൈഗ്രെയിൻ ഉള്ള ഒരാളാണ്, നന്നായിട്ട് മൈഗ്രെയിൻ ഉള്ള ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പം എനിക്ക് മൈഗ്രെയിൻ നന്നായിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പം പാത്തമ്മനും അണ്ണനൊക്കെ പോയിട്ടുണ്ട്. അത് എന്ത് പരിവൊക്കെ ആക്കി വെച്ചേക്കും എൻ്റെ അടുക്കളയിൽ നിന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ അടുക്കളയിട്ട് കയറിയിട്ടേ ഇല്ല. അപ്പം ഞാൻ താമസിച്ചൊക്കെ എണീറ്റത് കൊണ്ട് തന്നെ വെച്ചാൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അന്നേരം ആ ഒരു ക്ഷീണമൊക്കെ മാറിയിട്ട് ഒരു വയ്യാഴികയുടെ ഒരു ക്ഷീണമൊക്കെ മാറ്റാൻ നല്ലൊരു ഉന്മേഷമൊക്കെ ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വിചാരിച്ചെന്നാൽ കുളി എന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാറുണ്ട്. നമുക്ക് എന്തോ പ്രത്യേകിച്ച് അവർക്ക് ചെയ്യാൻ ഞാൻ ഇന്നലെ തന്നെ വൈകിട്ട് ചോറൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ തിളപ്പിച്ച് ചുറ്റി കാണും. പിന്നെ എന്തുവാ കറി വെക്കാനുള്ള സാധനങ്ങളെല്ലാം സെറ്റാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന ഒരു കാര്യം. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറില്ല? നമുക്ക് അടുത്ത ദിവസത്തേക്ക് ജോലി എളുപ്പം ആക്കാനും വേണ്ടി അപ്പം അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ അതൊന്നും അവർ തൊട്ട് കാണത്തില്ലെന്ന് എനിക്കറിയാം. എന്തെങ്കിലും ഈസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോയി കാണും. പാവം രണ്ടുപേരും എന്നെ ഒന്നും വിളിച്ചത് പോലും ഇല്ല. അങ്ങ് പോയി. രണ്ടുപേരും പാത്തമ്മ പോകാൻ എൻ്റെ അടുത്ത് പറഞ്ഞു പോവാന്ന് പറഞ്ഞിട്ട് പോയി. അല്ലാതെ വെളുപ്പിനെ എന്നും എണ്ണിക്കുന്ന ആ ഒരു ടൈമിൽ എണ്ണിക്കാട്ടെ എന്നെ വിളിക്കാട്ടെ ഒന്നും ചെയ്തില്ല, വയ്യാത്തത് കൊണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരെയും ഞാൻ എൻ്റെ ഈ ഡയറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം ഇന്നത്തെ ഡയറി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് എഴുതാം. ഓക്കെ. അപ്പോൾ എൻ്റെ അടുക്കളയുടെ അവസ്ഥ ഇതാണ് കേട്ടോ. ഞാൻ അടുക്കളയിലേക്ക് കയറിയപ്പോൾ എന്താ ഇതുമാതിരിയാണ്. എല്ലാം പാത്രങ്ങളെല്ലാം വാരി വലിച്ച് ഇട്ടിട്ടുണ്ട്. അവരവരുടെ ജോലി അവരെ കൊണ്ടാവുന്ന പോലൊക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും പോയി. ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റി കഴിച്ചു. പിന്നെ ചമ്മന്തി ഏതാണ്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മിക്സിയിൽ ജാർ അങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഡ്രസ്സൊന്ന് മാറിയായിരുന്നു കേട്ടോ. കാരണം ഫുള്ള് നനഞ്ഞ് കുഴഞ്ഞായിരുന്നു. പിന്നെ നമുക്ക് കറിയൊക്കെ വെക്കണമായിരുന്നു. അങ്ങനെ ഞാനിന്നൊരു നമ്മളുടെ ചക്കപ്പൂനിൻ്റെ തീയലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ വറുത്തരച്ച് മസാലയൊക്കെ നന്നായിട്ട് ചൂടാക്കി പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കപ്പൂനും സവാളയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി അങ്ങനെ ആ ഒരു തീയൽ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കാണിക്കാമെന്ന് കരുതിയേ. ഇനി ഞാൻ നിങ്ങളൊരു കാര്യം കാണിക്കാവേ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത്. പക്ഷെ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തത്, എനിക്ക് വന്നത് 2 എണ്ണം. കോംബോ ഓഫർ ആയിരുന്നെന്ന് തോന്നുന്നു. ഞാൻ നോക്കാത്തത് കൊണ്ടായിരിക്കും കേട്ടോ. 2 എണ്ണം ആയിരുന്നായിരിക്കും. അപ്പൊ ഞാൻ എന്നേ ഇങ്ങനെ നോക്കി നടക്കുവാണേ ഒരു മസാല ബോക്സിനായിട്ട്. കാരണം എപ്പോഴും ഞാൻ ഇന്നാൾക്കും പറഞ്ഞില്ല, ഇനി എൻ്റെ ഈ അടുക്കളയുടെ രൂപം ഇനി വേറൊരു രൂപമായിരിക്കും. അങ്ങനെ ഇരിക്കാനൊരു അടുക്കിപ്പുറക്ക് എനിക്കുണ്ടെന്ന്. അപ്പൊ എനിക്ക് തോന്നി ഇതൊന്ന് മാറ്റണമെന്ന്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് മാത്രം എടുത്ത് വെച്ചാൽ മതിയല്ലോ. അത് തന്നെയല്ല, ഒരൊറ്റ അടപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉലുവപ്പൊടി, അങ്ങനെ എല്ലാം നമ്മൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. നമ്മൾ പെണ്ണുങ്ങൾക്ക് അടുക്കളയിൽ കയറുന്ന പെണ്ണുങ്ങൾക്ക് എന്തായാലും ഇത് നല്ലൊരു ഉപകാരമായിരിക്കും. കാരണം അടുപ്പയിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒരു അടപ്പ് തുറന്നിട്ട് മുളക് പൊടി, അടുത്ത അടപ്പ് തുറന്നിട്ട് മല്ലിപ്പൊടി, അതിന് നല്ല ഇതാകുമ്പോൾ ഒറ്റ അടപ്പ് തുറന്നാൽ മതി. എല്ലാ സാധനങ്ങളും ഇങ്ങനെ കോരി ഇടാം. അപ്പം ഞാൻ വാങ്ങിക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഞാനിതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവരാരായാലും വാങ്ങിച്ചോ. നല്ല വിലക്കുറവിൽ എനിക്ക് കിട്ടിയത് ആമസോണിൽ നിന്ന് കേട്ടോ. നല്ല ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ മസാല ബോക്സിനകത്ത് മസാലയൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ അടുക്കളയുടെ സ്ട്രക്ചറും ഒക്കെ ഒന്ന് മാറ്റി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ആവശ്യമുള്ളവരൊക്കെ വാങ്ങിച്ചോട്ടോ. വീട്ടമ്മമാർക്കൊക്കെ ഇത് നന്നായിട്ട് ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതാ നമുക്ക് പിന്നെ ചൂട ഉണ്ടായിരുന്നു. ചൂട തോരൻ വെക്കണമായിരുന്നു. അങ്ങനെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പാർത്തമ്മ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ പനിയായിട്ടാണ് വന്നത്. തലവേദനയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വെച്ചുകൊണ്ടിരുന്നില്ല, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാരണം ഇപ്പോൾ ഈ ശിഖല്ലയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഡയറി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
ടേക്ക് കെയർ ആൻഡ് കീപ് സ്മൈലിംഗ്. ദിസ് ഈസ് രേഷ്മ സൈനിങ് ഓഫ്.